ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയപ്പോൾ എൻ്റെ ബാക്കിൽ വന്നു ലൈംഗികമായി ഒരു ചിന്തയോട് കൂടെ എന്നെ കയറി പിടിച്ചു. ഞാൻ അവനെ തട്ടി മാറ്റി. അപ്പോൾ അവൻ എന്നെ കുറേ തെറി പറഞ്ഞു, ഞാൻ പാർട്ടിക്കാരനാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനോട് പറഞ്ഞപ്പോൾ ഉമ്മയും പറഞ്ഞു, നിനക്കെന്താ ആരോഗ്യമില്ലേ, കിടന്നു കൊടുക്ക്, നടക്കട്ടെ, കടങ്ങൾ വീട്ടിൽ കൂടെ, ഓൻ പണിക്ക് പോകുന്നില്ല, ചിലവ് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പുഷ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നമായി തുടങ്ങിയത്. ഞാൻ കുട്ടി കൊടുക്കാനാണുള്ളത്, എൻ്റെ മകൻ പറയട്ടെ ഞാൻ കുട്ടി കൊടുക്കാനാണെന്നുള്ളത്. ഏതെങ്കിലും സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് മകൻ പറയട്ടെ. രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ അത്ര നല്ല സമയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട് CPIM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ ഇപ്പോൾ ലൈംഗിക പരാതി ഉയർന്നിരിക്കുകയാണ്. DYFI നേതാവ് കൂടിയായ P. ജംഷിദ് വീട്ടിലെത്തി തന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ പരാതി നൽകിയത്. ഈ കാര്യം തന്റെ ഭർത്താവിനെ അറിയിച്ചപ്പോൾ സഹകരിച്ച് കൊടുക്കാൻ പറഞ്ഞു എന്ന് കൂടി സ്ത്രീ ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പരാതി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നൊക്കെ ഞാൻ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണമായിട്ട് ആ സ്ത്രീ ഒരു പത്രസമ്മേളനം നടത്തിയാണ് അദ്ദേഹത്തിനെതിരെ ഉള്ള ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ആ സ്ത്രീ അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. കഴിഞ്ഞ 17-ാം തീയതി വീട്ടിൽ അവരുടെ ഒരു ഫ്രണ്ടിന്റെ വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ പോകാൻ വേണ്ടി വരുമ്പോൾ വൈകുന്നേരം ഒരു 3 മണി, ഏകദേശം 3 മണി 3:30 അതിൻ്റെ ഇടയിൽ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഞാൻ ടേബിൾ മേൽ കൊണ്ട് വെച്ച് കൊടുത്തു. വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പം ഈ ജംഷീർ വാവ എന്ന് പറഞ്ഞ ചങ്ങായി എൻ്റെ ബാക്കിൽ വരികയും എൻ്റെ ബാക്കിലൂടെ വന്ന് ലൈംഗികമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനത് പിടിച്ച് തള്ളി മാറ്റി. ഞാൻ ഓടി റൂമിൽ കയറി വാതിലടച്ച്, കാരണം കുറേ വിളിച്ചൊക്കെ ടേബിൾ മേലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, മൂപ്പര് മൈൻഡാക്കിയില്ല. അപ്പം ഞാൻ റൂമിൽ കയറി വാതിലടച്ച്. ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ സ്ത്രീധനം 101 കാറും വീട്ടിൽ പോയി വാങ്ങിക്കൊണ്ടു കൊടുക്കുക, അതല്ല എങ്കിൽ ഇവർ പറയുമ്പോൾ പൈസ ഞാൻ എത്തിച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടുവരും, ഓരോരുത്തരെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ കൂടെ നിന്ന് കൊടുക്കണം. അപ്പോൾ അവർ പൈസ തരും, ആ പൈസ കൊണ്ട് നമുക്ക് കടങ്ങൾ വീടാം, വീട്ടു ചെലവും നടത്താം എന്നാണ് പറയുന്നത്. രണ്ട് കേസായിട്ടാണ് എടുത്തിരിക്കുന്നത്. FIR എഴുതി. ഇപ്പോൾ രണ്ട് കേസാണ്. ഒന്ന് കുടുംബ കേസാണ്, ഒന്ന് ജംഷി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ കേസ് വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം 17-ാം തീയതി. ജംഷി കയറി പിടിച്ചത് 17-ാം തീയതി. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ മൂപ്പര കൂടെ വരാറുണ്ട്. ആ സമയത്തൊക്കെ തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് പറയും, സാരെല്ലാം മൈൻഡാക്കണ്ട, നിനക്ക് ഒന്ന് സഹകരിച്ച് കൊടുക്കുക, ഇനി അവനങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കുക. കാരണം അവനെ നേതാവായത് കാരണം അവന് എന്ത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവന് ഒന്ന് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് വേഗം നടക്കും. ഭക്ഷണമെല്ലാം കൊടുത്ത് അടുക്കളയിൽ വെള്ളമോ എന്തോ എടുക്കാൻ പോയ സമയത്ത് ഈ ജംഷിദ് എന്ന് പറയുന്ന DYFI-കാരൻ പുറകെ പോയിട്ട് ലൈംഗിക ചുവയോടുകൂടി അദ്ദേഹത്തെ സ്പർശിച്ചു എന്നും സ്ത്രീയെ സ്പർശിച്ചു എന്നും അതുപോലെ തന്നെ മറ്റ് എതിർക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തെറി പറയുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തത് എന്നുള്ളതാണ്. ഏതായാലും ഈ നമ്മുടെ നാട്ടിൽ പോലീസ് ഇങ്ങനത്തെ ഒരു പരാതി കിട്ടിയാൽ തീർച്ചയായിട്ടും അതിന് നടപടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ജോലി. തീർച്ചയായിട്ടും അവർ അതിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. 2 പരാതികളാണ് ഈ സ്ത്രീ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഈ സ്ത്രീയുടെ ഭർത്താവിനെതിരെയും അവരുടെ ഉമ്മയ്ക്കെതിരെയുമായുള്ള ഗാർഹിക പീഡന പരാതി, രണ്ടാമത്തത് ലൈംഗിക പീഡന പരാതിയായിട്ട് നമ്മുടെ P. ജംഷിദ് എന്ന് പറയുന്ന CPIM അതുപോലെ തന്നെ DYFI പ്രവർത്തകനെതിരെ ഒരു ലൈംഗിക ചുവയോടുകൂടി തന്നെ സ്പർശിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ ഒരു പരാതി. അങ്ങനെ 2 FIR ഇട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയപരമായി കെട്ടിച്ചമച്ച കേസാണ് എന്ന് ഈ സ്ത്രീയുടെ ഭർത്താവ് തന്നെ വീണ്ടും പത്രസമ്മേളനത്തിൽ വന്ന് പറയുകയുണ്ടായി. നമുക്കത് കൂടി കേൾക്കാം. ജംഷിയും ഒരുമിച്ച് വെങ്ങപ്പള്ളിയിൽ പറഞ്ഞ സമയത്ത് ഒരു ആക്സിഡന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. 3:30-4 മണി വരെ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ജംഷിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് എൻ്റെ വീട്ടിൻ്റെ റോഡിൻ്റെ മുകളിൽ വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ജംഷി യുവതാരമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പയിനായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് വരികയോ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടിൽ. അതിൽ ഇവരെ വീട്ടുകാർ വന്നിട്ട് എന്നെ മർദ്ദിച്ചു, അല്ലാതെ മർദ്ദിച്ചു. അപ്പോൾ അയൽവാസികളുടെ കൂട്ടത്തിൽ ഇവനും വന്നപ്പോൾ സമയത്ത് ഇവന് നേതാവായിരിക്കാനുള്ള സാധനമുണ്ടല്ലോ, അപ്പോൾ ഇവന് ഇടപെടുന്നും പാർട്ടിക്കാരനാവും, ഞങ്ങൾ പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടിക്കാരനായ രീതിയിൽ ഇവനിത് കൈകാര്യം ചെയ്യുന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാധനമാണ്. വളരെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. ഈ സ്ത്രീ പറയുന്ന 17-ാം തീയതി സംഭവം നടക്കുന്ന സമയത്ത് ഈ ജംഷിദ് എന്ന് പറയുന്ന CPM-കാരനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവും കൂടിയിട്ട് മറ്റൊരു മധ്യസ്ഥ കേസിൽ അവിടെ
മധ്യസ്ഥം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഈ സ്ത്രീ പറയുന്നത് വീട്ടിലെത്തി കടന്നു പിടിച്ചു എന്ന് പറയുന്നത്. ആ സമയത്ത് ജംഷീദ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരിക പോലും ചെയ്തിട്ടില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കേട്ടപ്പോൾ ഏകദേശം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലൈംഗിക പീഡന പരാതി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗൗരവം തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏത് സ്ത്രീക്കെതിരെയും അത്തരം നടപടികളോ അത്തരം ആക്രമണങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതും നിയമത്തിൻ്റെ കണ്ണിൽ ശിക്ഷ അറിയിക്കുന്നതും തന്നെയാണ്. യാതൊരു സംശയവുമില്ല. അതിനെ നമ്മൾ ആരോട്ട് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. എന്നാൽ ഈ അടുത്തിടെ കണ്ടുവരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആരോപണങ്ങൾ ഈ അടുത്തിടെ അങ്ങനെ കെട്ടിച്ചമച്ചുകൊണ്ട് സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കെട്ടിച്ചമച്ച ഒരു ആരോപണമാണോ ഇല്ലയോ എന്ന് 100% നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഈ പറയുന്ന ചില കാര്യങ്ങൾ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ള 2-3 കാര്യങ്ങൾ അക്കമിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഞാൻ 100% ഇതൊരു തെറ്റായ പരാതിയാണ് എന്ന് വിശ്വസിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ ആ ടേബിളിൽ ഇരുന്ന് ഇവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. ആ കുട്ടി സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. കാര്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വിവേകവും ബുദ്ധിയുമുള്ള ഒരു കുട്ടി തന്നെയാണ്. ഈ കുട്ടിയോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അമ്മയുടെ ഒപ്പരം പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇല്ല, ഉപ്പയുടെ ഒപ്പരമാണ് എനിക്ക് പോകാൻ താല്പര്യമെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടി ഉമ്മയുടെ പെറ്റായിരുന്നു എന്ന് വരെ നമ്മുടെ ഈ കുട്ടി സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു വെക്കുന്ന ഒരു ഏതാനും ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ട് കുട്ടികൾക്ക് പോലും അത്തരം ഒരു അനുഭവം വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്രയും വലിയൊരു പ്രശ്നം ആ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി തീർച്ചയായിട്ടും അത് കാണും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടി ആ കുട്ടി മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്ക് പോയി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ദിവസം എൻ്റെ സുഹൃത്തിന്റെ മോളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനും പോയി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇത്ര മോശക്കാരനായ ജംഷീദിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക അവള് പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുണ്ട്. ഞാൻ 25 വർഷമായി ആ വീട്ടിൽ താമസിക്കുന്നു. ഏതെങ്കിലും മോശമായിട്ടൊരു സംഗതി നടന്നു കുടിക്കോട്ടെ, ഞാൻ കള്ളു കുടിക്കാരനാണ്, മദ്യപിക്കുക, ബോധമില്ലാതെ നടക്കാന്ന് പറഞ്ഞു. ഞാൻ കള്ളു കുടിച്ചിട്ട് എന്നെ നാട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തെളിയിക്കാൻ പറ്റട്ടെ? ഇത് തികച്ചും അവനെ ഒറ്റപ്പെടുന്നു. കാരണം ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോൾ എന്നെ മർദ്ദിച്ചു, എൻ്റെ മർദ്ദിച്ചു. എനിക്കിപ്പോഴും കഴുത്ത് നേരെ വെക്കാൻ പറ്റും. ശരിക്കും ഉമ്മാനെ മർദ്ദിച്ചപ്പോൾ ഈ സാധനത്തിൽ പാർട്ടി ഇടപെടുമെന്നും ഇത് ശക്തമായ നടപടി ഉണ്ടാവുമെന്ന് അറിഞ്ഞപ്പോഴാണ്, നല്ല കേസ് ഇവർക്കെതിരെ അറിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതിനെ കൂട്ടുമാറ്റി വിട്ടത്. നെഗറ്റീവ് എനിക്കിപ്പോൾ പത്രങ്ങളെ മുമ്പിലേക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടു. ഇത്രയും നെഗറ്റീവായിട്ട് എൻ്റെ ഭാര്യനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാനത് മിണ്ടാത്തത്. എന്തൊക്കെയാ മോശമായിട്ട് പറഞ്ഞാൽ ഞാൻ കുട്ടി കൊടുക്കാനാണെന്നുള്ളത്, എൻ്റെ മകൻ പറയട്ടെ ഞാൻ കുട്ടി കൊടുക്കാനാണെന്നുള്ളത്. ഏതെങ്കിലും സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് മകൻ പറയട്ടെ. അവനെന്തുകൊണ്ടാണ് പോയില്ല? അവൻ എൻ്റെ ഉമ്മയുടെ പെറ്റായിരുന്നു, എൻ്റെ ഭാര്യയുടെ പെറ്റായിരുന്നു. അവൻ ആദ്യം പോകുന്നത് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. ഈ നിലപാടുകൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വരാത്തത്, പോകാത്തത്. അപ്പോൾ ഇത്ര ദിവസം ഇപ്പോഴും പറഞ്ഞപ്പോൾ ഞാനും പറയാം, എനിക്കും പറയാണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇവിടെ കയറ്റിവിടെ ഇരുത്തിയത്. അവൻ പറയട്ടെ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവൃത്തിയോ സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാവാറുണ്ട്, എന്തെങ്കിലും പീഡനം ഉണ്ടാവാറുണ്ടത്. സ്ത്രീ പറയുന്നുണ്ട് കള്ളു കുടിയനാണ് ഇദ്ദേഹം, കള്ളു കുടിച്ച് ലക്കില്ലാതെ അടിയുണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. നാട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ച് അങ്ങനത്തെ ഒരു കാര്യം എന്നെപ്പറ്റി തെളിയിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അങ്ങനെ കള്ളു കുടിച്ച് ലക്ക് കെട്ട് മണക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ അത്തരം കാര്യങ്ങൾ പച്ചവെള്ളം പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇത്തരം ഒരു ആരോപണത്തിന് പിന്നിലേക്ക് ഈ സ്ത്രീയെ നയിച്ച ചേതോവികാരം എന്ത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശ്ചര്യമുണ്ടാകും. എന്തുകൊണ്ടാണ് ലൈംഗികപരമായിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ഒരാളെപ്പറ്റി ഇത്ര നന്നാക്കി പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ഊഹിക്കുന്നുണ്ടാകും. പക്ഷേ ഇതിന് ആധാരമായ സംഭവങ്ങൾ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ളതാണ്. ഈ സ്ത്രീയുടെ ഭർത്താവ് ഇതിന് മുന്നേ ഒരാളെ കല്യാണം കഴിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്വത്ത് തർക്കമൊക്കെ ഉണ്ടായ സമയത്ത് ആ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപ ഈ സ്ത്രീയുടെ പൊന്ന് വിറ്റതിന് ശേഷമാണ് കൊടുത്തത്. ആ സമയത്ത് ഈ സ്ത്രീയുടെ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ വീടും സ്ഥലവും എല്ലാം പകുതി ഈ സ്ത്രീയുടെ പേരിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായതിന് ശേഷം ഏതായാലും ഇദ്ദേഹം ഇത് തിരിച്ച് എൻ്റെ പേരിലേക്ക് എഴുതി തരണമെന്ന് ഈ സ്ത്രീയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ സമയത്ത് ഈ സ്ത്രീയുടെ വീട്ടുകാരും അതുപോലെ തന്നെ നാട്ടിൽ പ്രശസ്തരായ 2-3 ആൾക്കാർ വരികയും ചെയ്തിട്ട് ഇദ്ദേഹത്തെ നല്ല പോണം അങ്ങോട്ട് അടിച്ച് ശരിയാക്കി അല്ലെങ്കിൽ മർദ്ദിച്ചു എന്ന് തന്നെയാണ് സത്യം.
അതിന് ഈ കുട്ടിയും അതുപോലെ തന്നെ ഈ സമീപവാസികളും എല്ലാം തന്നെ ദൃക്സാക്ഷികളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആക്കുകയും ചികിത്സ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തർക്കങ്ങളും ഈ ഞായറാഴ്ച ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. അതിൽ മധ്യസ്ഥം പറയാൻ വന്ന ആളാണ് ജംഷിദ്. ഈ ജംഷിദ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്കാരനും അടുത്ത രാഷ്ട്രീയ പ്രവർത്തകനുമായതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ പക്ഷത്തല്ല നിൽക്കുന്നത്. അതാണ് ഈ സ്ത്രീയെ ചൊടിപ്പിച്ചത്. അത് മുതലാക്കിക്കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇവരെ വെച്ചിട്ട് ഇപ്പോൾ മുതലെടുപ്പ് നടക്കുകയാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ആ സ്ത്രീ പറയുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ആ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നതിനെ പറ്റി. നമുക്കത് കേൾക്കാം. ഇപ്പം എന്ന് വെച്ചാൽ ഇവർ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞങ്ങൾ 2-2.5 ലക്ഷം രൂപയോളം അവർക്ക് കൊടുത്തിട്ടാണ് അവരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ പിരിച്ചെടുത്തത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടുകാരും കമ്പനിക്കാരും കൂടെ ചേർന്നിട്ടാണ് അവരുടെ വീടിൻ്റെ നേർപകുതി എൻ്റെ പേരിൽ എഴുതി. ഇപ്പം അത് തിരിച്ച് ഇവർക്ക് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ പിന്നെ ലോക്കൽ സെക്രട്ടറിയായ ജംഷി വാവ ജെറീഷൊക്കെ കൂടെ വിളിച്ച് ഉപ്പാനെ കുറേ ഭീഷണിപ്പെടുത്തി, വേറെ ആരൊക്കെ കൂടിയിട്ട് എന്നെ വിളിച്ച് കുറേ ഭീഷണിപ്പെടുത്തി. പക്ഷെ കൊടുക്കൂല എന്ന് ഞങ്ങൾ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജംഷി ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആദ്യമൊക്കെ തോണ്ടുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വയും ബുധനുമായിട്ട് ജംഷി ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ പോയപ്പോൾ എൻ്റെ ബാക്കിൽ വന്നു. ലൈംഗികമായി ഒരു ചിന്തയോട് കൂടെ എന്നെ കയറി പിടിച്ചു. ഞാൻ അവനെ തട്ടി മാറ്റി. അപ്പോൾ അവനെന്നെ കുറേ തെറി പറഞ്ഞു, ഞാൻ പാർട്ടിക്കാരനാണ്, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് പുറത്തറിഞ്ഞാൽ എന്നെ എൻ്റെ മക്കളെ കൊന്നു കളയുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി അവനെയും തട്ടിത്തെറിപ്പിച്ച് ഓടി റൂമിൽ കയറി വാതിലടച്ച് കുറ്റി. പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മയും പറഞ്ഞു നിനക്കെന്ത് ആരോഗ്യമില്ലേ, കിടന്നു കൊടുക്ക്, നടക്കട്ടെ, കടങ്ങൾ വീട്ടിൽ കൂടെ, ഓൻ പണിക്ക് പോകുന്നില്ല, ചിലവ് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പുഷ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നമായി തുടങ്ങിയത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ 2 കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഉമ്മയോട് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറയുകയാണ്, മോളെ നിനക്ക് നല്ല ആരോഗ്യവും തടിയൊക്കെ ഉണ്ടല്ലോ, നീ അങ്ങോട്ട് നിന്ന് കൊടുത്തേക്ക്, കാരണം നമുക്ക് പെട്ടെന്ന് കടം വീട്ടാമല്ലോ. ഏതെങ്കിലും ഒരു പെറ്റ ഉമ്മ, ആ ഉമ്മ ഒരു പ്രസവിച്ച ഉമ്മ തന്നെയാണ്. ആ ഉമ്മ ഒരിക്കലും തൻ്റെ മകൾ അല്ലെങ്കിലും കയറി വന്ന ഒരു പെൺകുട്ടിയോട് മരുമകളെയൊക്കെ ഉപദ്രവിക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഒരു ഉമ്മ ആ മരുമകളോട് അങ്ങനെ പറയുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ മകൻ ഇദ്ദേഹത്തിൻ്റെ കൂടെയാണുള്ളത് എന്ന് നിങ്ങൾ ഓർക്കണം. അത്തരം തെറ്റുകൾ ചെയ്ത ഒരു വാപ്പയുടെ കൂടെ ഒരു കുട്ടിയും പോകാൻ ആഗ്രഹിക്കുകയില്ല. തീർച്ചയായിട്ടും അത് തുറന്നു പറയാനും ഉമ്മയുടെ ഒപ്പം പോകാനുമായിരിക്കും ആ കുട്ടി തീരുമാനമെടുക്കുന്നത്. 2 കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കൂട്ടി വായിക്കുന്ന സമയത്ത് ഈ സ്ത്രീ പറയുന്ന കാര്യത്തിൽ യാഥാർത്ഥികമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വീക്ഷണം എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയാനുള്ള ഒരു ത്വര ആ സ്ത്രീക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പത്രസമ്മേളനം നടത്തി എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്നൊന്നും പറയാൻ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കാലത്ത് ഒരു സ്ത്രീകളും മുന്നോട്ട് വരികയില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതലെടുപ്പ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇവരെ പത്രസമ്മേളനത്തിനും അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതും കൊണ്ടുപോയതും എല്ലാം അവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൊണ്ട് അത് പറയിപ്പിച്ചതും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യാതൊരു കാരണവശാലും ഈ സ്ത്രീ അത്തരം ഒരു പീഡനത്തിനോ അല്ലെങ്കിൽ ഒരു അതിക്രമത്തിനോ അവിടെ ഇരയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ആ വീട്ടിൽ തർക്കങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ മുതലെടുത്ത് തുടങ്ങിയിട്ട് മാസങ്ങളായി, ഏകദേശം 5-6 മാസങ്ങളായി ഭർത്താവും അതുപോലെ തന്നെ ഈ ഭാര്യയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശയും കച്ചറയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്തരം വീട്ടുകളിൽ അത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. ആ പ്രശ്നങ്ങളുടെ അവസാനം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഇത്തരം ആരോപണങ്ങളും ദുരാരോപണങ്ങളും എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും പോലീസ് ഇത്തരം കാര്യങ്ങൾ ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുവരെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.